നമസ്കാരം. ഗൾഫ് സ്വപ്നങ്ങൾ അത് കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രവാസികളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഭൂരിഭാഗവും മുസ്ലിങ്ങളാണല്ലോ. ആ മുസ്ലിങ്ങൾക്ക് ഈ ഹിന്ദുസ്ഥാനവും ഈ ഭാരതവും ശ്രീകൃഷ്ണനും ശ്രീരാമനും മാത്രമാണ് ഇനി ശരണം. ഇന്ന് സമസ്തയുടെ ഒരു പ്രസ്താവന കണ്ടു. അത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയാണ്. അതിൽ പറയുന്നത്, വെളിച്ചത്തിനാണെങ്കിൽ നിലവിളക്ക് കൊളുത്താം, ആചാരമാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇതൊരു മണ്ടൻ പ്രസ്താവനയാണ്. ഒരു മണ്ടൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പ്രസ്താവനയ്ക്കൊരു മണ്ടത്തരമുണ്ട്. എന്താണ് കാരണം? ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും, ഏറ്റവും കുറഞ്ഞത് ഈ കേരളത്തിലെങ്കിലും, ആരും വെളിച്ചത്തിന് വേണ്ടിയിട്ട് നിലവിളക്കോ അല്ലെങ്കിൽ മറ്റ് മണ്ണെണ്ണ വിളക്കുകളോ ഹരിക്കേൻ വിളക്കുകളോ ഒന്നും ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് 100%, 101%, 102% ആചാരപ്രധാനം തന്നെയാണ്, അനുഷ്ഠാനപ്രധാനം തന്നെയാണ്. പണ്ട് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വിറകുകൾ ഉപയോഗിക്കാറുണ്ട്, അതല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിക്കാറുണ്ട്, ഡീസൽ, ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ അരിയുണ്ടല്ലോ, ആ തെങ്ങിൻ്റെ ആ ഓല കൂട്ടിക്കെട്ടിയിട്ട് ചൂട്ടുണ്ടാക്കും, അത് കത്തിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നിലവിളക്ക് അന്നും കത്തിക്കുന്നത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അത് ആചാരപ്രധാനം തന്നെയാണ്. വിഷ്ണു സങ്കല്പമാണ് വാസ്തവത്തിൽ നിലവിളക്ക്. ആയതുകൊണ്ടാണ് നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിന് മാലയിടുന്നത്. അതുകൊണ്ടാണ് അടി മുതൽ മുടി വരെയുള്ള വിഷ്ണു സങ്കല്പങ്ങൾ. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശുദ്ധോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം, എങ്ങനെ പോകുന്നു ആ സങ്കല്പം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നിലവിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരം പരിപാടികളിൽ, ഹിന്ദുക്കൾ നടത്തുന്ന പരിപാടികൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും പൊതുപരിപാടികൾ സംബന്ധിക്കുന്നത് മൊത്തത്തിൽ വിലക്കുകയാണ് വേണ്ടത്. ഇപ്പം അവിടെ ജയിച്ചുപോയ MLA പെൺകുട്ടിയുടെ പേരിലാണ് ഈ വിലക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് പറയണം, ഇനി മേലിൽ ഞാൻ ഹിന്ദുക്കളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതല്ല, നിലവിളക്ക് വയ്ക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യം. അല്ലെ, അവരോട് വിലക്കണം, നിങ്ങളിനി അതൊന്നും പാടില്ല. അവിടെ പോയിട്ട് അസംബന്ധം കാണിക്കുന്നതല്ലേ തെറ്റ്. അത്തരം പൊതുപരിപാടികളിൽ പോയിട്ട് അതിൽ മതം കൂട്ടിക്കലർത്തി എൻ്റെ മതത്തിന് ഇക്കാര്യത്തിൽ വിലക്കുണ്ട് എന്നും പറഞ്ഞ് പിന്മാറുമ്പോൾ അത് ആ പരിപാടിയെ അപഹസിക്കുന്നതിന് തുല്യമല്ലേ? അവിടെ ചെന്ന് പുറംകാലം കൊണ്ട് ആ വിളക്ക് തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമല്ലേ? തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എല്ലാ മതവിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി ജനപ്രതിനിധി എന്ന പേരിൽ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് കേവലം മര്യാദയാണ്. വകതിരിവ് ഒട്ടുപോലും ഇല്ലാത്ത കുറേ മുസ്ലിം പിള്ളേർ ഇപ്രകാരം പറയുന്നുണ്ട്, ഞങ്ങളുടെ മതത്തിൻ്റെ ശാസനങ്ങൾ അത് തടയാൻ ഇവിടെ ആർക്കാണ് അധികാരമെന്ന്. ആരും തടയുന്നില്ലല്ലോ. ആയതുകൊണ്ടാണ് ആയിരക്കണക്കിന് മുസ്ലിം പള്ളികൾ ഈ ഹിന്ദുസ്ഥാനത്തിൽ
സുഭദ്രമായിട്ട് നിലകൊള്ളുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് പൊതുപരിപാടിയെക്കുറിച്ചാണ്. അവിടെ പങ്കെടുക്കുന്ന ജനപ്രതിനിധിയെക്കുറിച്ചാണ്. ഏതെങ്കിലും പള്ളിയിൽ എന്താണ് നിലവിളക്ക് കൊളുത്താത്തത് എന്ന് ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ആരും ചോദിക്കുന്നില്ല. ശശികല ടീച്ചർ, അതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ പ്രഥമ ശത്രു, അവരും ചോദിക്കുന്നില്ല. അവർ വിഷയമറിയാതെ, ഈ പിള്ളേർ വിഷയമറിയാതെയാണ് സംസാരിക്കുന്നത്. വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെയേ ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന്. ഇവർ വിഷയം അറിയാതെയായി സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഈ ഭാരതഭൂമിയിൽ, ഈ ഹിന്ദുസ്ഥാനത്തിൽ എവിടെയും ഒരു തടസ്സവും ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ആ പൊതുപരിപാടിയെ അവഹേളിക്കുന്ന തരത്തിൽ അതിൽ മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ കുത്തിത്തിരുകരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു ജനപ്രതിനിധിയുടെ, ഇപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തിയ പെൺകുട്ടിയുടെ നാട്ടിൽ 71% ഹിന്ദുക്കളാണുള്ളത്. ആ ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ അവഹേളിക്കുകയല്ലേ ഈ പെൺകുട്ടി വിളക്ക് കൊളുത്താതിരുന്നാൽ ചെയ്യുന്നത്? വിളക്ക് കൊളുത്താതിരുന്നാൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്. MLA സ്ഥാനം രാജിവെക്കാൻ പറയൂ ഉസ്താദെ. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഉസ്താദിനോട് ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ബഹുമാനം കുറയ്ക്കേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, MLA സ്ഥാനം രാജിവെക്കാൻ പറയൂ. ഇനിയുള്ളവർ ചെയ്യേണ്ടുന്ന മര്യാദയാണത്. ഇനി വരാൻ പോകുന്ന എല്ലാവരും ചെയ്യേണ്ട മര്യാദയാണത്. അവർ മത്സരിക്കുന്ന സമയത്ത് അവർ പ്രഖ്യാപിക്കണം, ഞങ്ങൾ മത്സരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ ജയിച്ചു പോയി 22 MLA മാരും രാജിവെക്കട്ടെ. എന്നിട്ട് അവർ വീണ്ടും മത്സരിക്കട്ടെ. അവർ വീണ്ടും പറയണം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഹൈന്ദവരുടെ പരിപാടികൾ ഞങ്ങളെ ഇനി ജയിപ്പിച്ച് വിട്ടാൽ, രാജിവെച്ച് വന്ന ഇലക്ഷൻ നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമാണ് പറയണേ, ഞങ്ങളെ ജയിപ്പിച്ച് വിട്ടാൽ പിന്നെ ഹൈന്ദവരുടെ പരിപാടികൾ ഞങ്ങളെ വിളിച്ചാൽ വരില്ല, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് തരാം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് ജയിക്കുക. പ്രശ്നം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ അതൊരു വഞ്ചനാസ്വരൂപമായിട്ട് മാറില്ലേ? മതം പഠിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ മര്യാദകളാണ്. ആ മര്യാദകൾ പാലിക്കുമ്പോഴാണ് മതത്തെ അനുസന്ധാനം ചെയ്യുന്ന ഒരുവൾ യഥാർത്ഥത്തിലെ മതാനുയായിയായിട്ട് മാറുന്നത്, ഒരു ഹിന്ദുവായിട്ട് മാറുന്നത്, അതല്ലെങ്കിൽ ഒരു മുസ്ലിമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. ബൈബിള് കാണാപ്പടം പഠിച്ചുകൊണ്ടൊന്നും ക്രിസ്ത്യാനി ആവില്ല. ഖുറാൻ കാണാപ്പടം പഠിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. അത് കമ്പ്യൂട്ടർ പഠിക്കുന്നുള്ള കമ്പ്യൂട്ടർ മുസ്ലിമാണോ? കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ഖുറാൻ ഖുറാൻ പറഞ്ഞാൽ അത് ഖുറാൻ ചാൻറ്റ് ചെയ്യും. എന്താ മുസ്ലിം കമ്പ്യൂട്ടറാണോ അത്? കമ്പ്യൂട്ടറുകളൊക്കെ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? മര്യാദയാണ് പ്രധാനം. ഒരാൾ വന്ന് സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ ചോദിക്കുക, നല്ല മനുഷ്യനാണ് കേട്ടോ, അയാൾ ഹിന്ദു ആയിരിക്കാം, അയാൾ മുസ്ലിം ആയിരിക്കാം, അയാൾ ക്രിസ്ത്യാനി ആയിരിക്കാം, നല്ല മനുഷ്യനാട്ടോ. അതാണ് കേൾപ്പിക്കേണ്ടത്. ഞാനൊരു മുസ്ലിമാണ് എന്നും പറഞ്ഞ് കാണിക്കാവുന്ന വൃത്തികേടുകളും തോന്നിവാസവും മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ അപഹസിക്കുന്നത് ആരെയാണ്? പരമദൈവത സങ്കല്പത്തെ മുതൽക്ക് ഇവിടെ സാധാരണ അമ്മ പെങ്ങന്മാരായിട്ടുള്ള മുസ്ലിങ്ങളെ വരെ, അതല്ലേ എൻ്റെ ശരി. ആയതുകൊണ്ട് തന്നെ മതം പഠിപ്പിക്കേണ്ടത് മര്യാദകളാണ്. ആ മര്യാദകൾ അനുസന്ധാനം ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത്. അവരാണ് മതത്തെ ഉയർത്തുന്നവർ, യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്രസരിപ്പിക്കുന്നത്. മതത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് മനസ്സിലാണ്. മതത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് മതസ്ഥാപനങ്ങൾക്കകത്താണ്. അതൊരിക്കൽ പോലും പൊതുസ്ഥലങ്ങളിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരരുത്. ഇത്തരണത്തിൽ ഓർമ്മയിൽ വെക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ സമൂഹം പരിപൂർണമായിട്ടും ഭാരതവൽക്കരണം നടത്തിക്കഴിഞ്ഞു. ബിഷപ്പോ കർദിനാളോ പാറേക്കാട്ടിലുണ്ടായിരുന്നു തൃശ്ശൂരിൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പോപ്പിനോട് നേരിട്ട് പറഞ്ഞത്രേ, ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യൻ മുസ്ലിങ്ങളാകണം.
അവരുടെ ആചാര ഉപചാര അനുഷ്ഠാന പദ്ധതികളിൽ ഈ സംസ്കാരത്തെ പോലും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്രേ. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ആന എഴുന്നള്ളിപ്പുണ്ടല്ലോ, പഞ്ചവാദ്യമുണ്ടല്ലോ, ഓണസദ്യയുണ്ടല്ലോ, പള്ളികൾക്ക് മുമ്പിൽ കൊടിമരം കാണാനുണ്ടല്ലോ, താലികെട്ട് ചടങ്ങ് നടത്തുന്നുണ്ടല്ലോ. അവരുടെ കന്യാസ്ത്രീകൾ തിരുവാതിര കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവരുടെ മാർഗംകളി മാത്രം, ഞങ്ങളുടെ മാർഗംകളി മാത്രമേ കളിക്കൂ എന്നൊരു വാശി പിടിക്കുന്നില്ല അവർ. അവരുടെ പേരുകളിൽ ശാന്തമ്മ, തങ്കമ്മ, രാജമ്മ, രാധമ്മ, ശാന്തി, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള പേരുകൾ കാണാൻ കഴിയും, പരക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ രാജൻ തോമസ്, അല്ലെങ്കിൽ തോമസ് രാജൻ, അതല്ലെങ്കിൽ ജോസഫ് പ്രശാന്തൻ എന്ന പേരുള്ള ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പള്ളികളിൽ നടക്കുന്ന ചടങ്ങുകളിലും അവരുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിലും അവരുടെ സ്വന്തം കോളേജിൽ നടക്കുന്ന ചടങ്ങുകളിലും അവർ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. ആ നിലവിളക്കിൻ്റെ മേലൊരു കുരിശുമുണ്ട്. നല്ല കാര്യമാണത്. നിലവിളക്കിൻ്റെ ഉപേക്ഷിക്കുന്നത് അത് ഹിന്ദു കണ്ടുപിടിച്ചതാണോ നിലവിളക്ക്? തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട്, ഞാൻ തൃശ്ശൂർക്കാരനാണ്, അപ്പോൾ എനിക്കറിയാം, തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള കർദിനാള്, ബിഷപ്പ് അടക്കമുള്ള വൈദികന്മാർ വന്ന് പാറമേക്കാവ് ക്ഷേത്രത്തിൽ വന്ന് ആശംസകൾ അർപ്പിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പൂച്ചെണ്ടുകൾ കൈമാറുന്നതും ഇതിപ്പോൾ അതൊരു പതിവായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ. കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, വാവര് നടയിൽ ഭസ്മം കൊടുക്കുന്നു, അത് ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ആ പള്ളിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാന്ന്. ഇസ്ലാം ജനിച്ചതും വളർന്നതും പടർന്നതും പന്തലിച്ചതും അറേബ്യൻ രാജ്യങ്ങളിലാണ്. അവർ പോലും കാലത്തിനനുസരിച്ച് മാറുകയാണ് ഉസ്താദേ. ഇന്നപ്പോൾ ശരീഅത്ത് നിയമം അതേപോലെ പിന്തുടരുന്ന ഒരു രാജ്യവും ഈ ഭൂമുഖത്തില്ല. ഒരിക്കൽ സൗദിയിലെ പുതിയ പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ UAE നടക്കുന്ന ഏകദേശം വെസ്റ്റേണൈസേഷൻ എന്ന് തന്നെ പറയാം, ആ പ്രോഗ്രാം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അന്തം വിട്ടുപോയി. സൗദികൾ മുസ്ലിങ്ങളല്ലത്രേ, UAEയിലുള്ള ഷെയ്ഖുമാർ മുസ്ലിങ്ങളല്ലത്രേ, അവരെ ഇസ്ലാം അംഗീകരിക്കുന്നില്ലത്രേ. അങ്ങനെയും പറഞ്ഞു പല ആളുകളും. വകതിരിവില്ലായ്മയാണ്. പണ്ടൊരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിലോ മറ്റോ സകലതും നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഒരു തെരുവ് തെണ്ടിയായി മാറിപ്പോയി, പിച്ചക്കാരനായി മാറിപ്പോയി. അന്യരാജ്യത്ത് പോലും പോയിട്ട് പിച്ചയെടുത്താണ് ജീവിക്കുന്നത്. എന്നിട്ടും തൻ്റെ ഭാണ്ഡത്തിനകത്ത് ചെങ്കോലും കിരീടവും അയാൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇടയ്ക്കത് ഉയർത്തി കാണിക്കും. ഇതേ അവസ്ഥയാണിപ്പോൾ ഉസ്താദുമാർക്കും മറ്റ് മുസ്ലിം നേതാക്കന്മാർക്കും സംസ്ഥാപനങ്ങൾക്കും ഉള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് പോലും ആവശ്യമില്ലാതെ എന്തിനാണ് ഈ ചെങ്കോൽ ഉയർത്തിക്കാണിക്കുന്നത്, മതശാസനങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത്? അത് മറ്റുള്ളവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് പറയുന്ന സമയത്ത് ആൾ പറയാണ് തല്ലിൻ്റെ കുറവാണെന്ന്. ശരിയാണത്. ഞങ്ങൾ മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വെറുതെ ഇവർ എപ്പോഴും തള്ളിവിടാറുണ്ട്. അതേസമയം ഹിന്ദുക്കൾക്ക് സ്വന്തം മതത്തെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ അറിവ്, ഹൈന്ദവൻ്റെ അറിവ്, ഹിന്ദുക്കളുടെ അറിവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒരു അമ്മൂമ്മയോട് പോയി ചോദിച്ചു നോക്കൂ, അമ്മൂമ്മേ തമിഴ്നാട്ടിലെ വെച്ച പാട്ടി കടവുൾ എങ്കേ ഇരിക്കത് എന്ന് ചോദിച്ചു നോക്കൂ. ഉടനെ മറുപടി പറയും, അയ്യാ അപ്പാ കടവുൾ എങ്കേയും ഇരിക്കത്, കടവുൾ എങ്കേയും ഇരിക്കത്. അത്രയേ ഉള്ളൂ. ഈശാവാസ്യമിതം സർവം. ഈയൊരു വചനം ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം തങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഹിന്ദുക്കൾക്ക് കഴിയുന്നുണ്ട്. സൃഷ്ടമായിട്ടുള്ള ഈ ലോകത്തെ മൊത്തം ഈശ്വരനായിട്ട് കാണാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഞാൻ അബുദാബിയിൽ പോയപ്പോൾ രാജാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദ സിമിലാരിറ്റി or what is the difference between this and that? ഖുർആൻ അതുപോലെ തന്നെ വേദാന്തം അറിവുള്ള ഒരാളാണ് കേട്ടോ, വിദേശത്തൊക്കെ പഠിച്ച ഒരാളാണ്.
ഞാൻ പറഞ്ഞു, യു ഗോട്ട് വൺ ഗോഡ്. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, അള്ളാഹു. യു ഗോട്ട് വൺ ഗോഡ്, ദാറ്റ് ഈസ് അള്ളാഹു. യെസ്, വി ഗോട്ട് ഓൺലി ഗോഡ്. ഞങ്ങൾക്കെല്ലാം ദൈവമാണ്. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് ദൈവമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ബിറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ്. അതാണ് അതിൻ്റെ സത്യം. വാസ്തവത്തെ ചകന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വര വരച്ചാൽ എൻ്റെ ഇപ്പുറത്തും നിൽക്കുന്ന രണ്ട് പേര്, രണ്ട് മത രൂപങ്ങൾ. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഏതായാലും മഹത്തായിട്ടുള്ള ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തെ ഹൈന്ദവർ ആരാധിക്കുന്നു. ആയതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെയും ആരാധിക്കുന്നു. അള്ളാഹു എന്ന് പറയുന്ന ദൈവസങ്കല്പത്തെയും അവരിഷ്ടപ്പെടുന്നു. പ്രവാചകനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മുഖം വിളറിപ്പോകുന്നില്ല. പല ഹിന്ദുക്കളുടെയും വീട്ടിൽ പോയാലും നിങ്ങൾക്കവിടെ അവരുടെ ഗീതയോടൊപ്പം തന്നെ അവരുടെ ഉപനിഷത്തിനോടൊപ്പം തന്നെ പുരാണങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് ബൈബിള്. വിശുദ്ധ ഖുറാൻ കാണാം. എൻ്റെ കയ്യിലൊരു ചുരുങ്ങിയതൊരു 10-40 പുസ്തകങ്ങളുണ്ട്. ഖുറാൻ, അവരെ പ്രോഫറ്റ്, അവരേക്കും സംബന്ധിച്ച്, മുസ്ലിങ്ങളേക്കും സംബന്ധിച്ചിട്ടുള്ള ഞാൻ പലപ്പോഴും നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എല്ലാം തന്നെ മനുഷ്യന് പകർന്നു നൽകുന്നത് മര്യാദകളും അന്തസ്സും ആഭിയാദ്യം ഒക്കെയാണല്ലോ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം സമൂഹം വളരെയധികം പുറകിലാണ്. ഒരു മുസ്ലിം പള്ളി കാണുമ്പോൾ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് നെഞ്ചിൽ കൈവയ്ക്കാൻ ഒരു ഹിന്ദുവിന് കഴിയും. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ നടന്നു പോകാൻ പോലും ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളുണ്ട് ഈ രാജ്യത്ത്. നിലവിളക്ക് കൊളുത്തരുത്, അത് ആചാരമാണെങ്കിൽ എന്ന് പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഹിന്ദുസ്ഥാനത്തിനകത്ത് വെച്ചാണ്. എത്രമാത്രം അവിവേകപൂർണമാണ് ആ കൽപ്പന എന്ന് ആലോചിച്ച് നോക്കുക. എന്തിനേയും ഏതിനേയും ആവാഹിച്ചെടുക്കുവാനും തങ്ങളുടേതായിട്ടുള്ള എല്ലാം മറന്നുകൊണ്ട് നൽകിയിട്ട് അവരെ വളർത്തിയെടുക്കാനും ഹൈന്ദവർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇസ്ലാം ഇവിടെ ഉണ്ടായത്, ഇസ്ലാം വളർന്ന് പന്തലിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഇതിനെല്ലാത്തിനും തള്ളിക്കളയുവാനും അതിനെല്ലാത്തിനും ഒരു പാർശ്വത്തിലേക്ക് മാറ്റിയിടാനും ഹിന്ദുക്കൾക്ക് കഴിയുമെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ, ആചാരങ്ങൾ, ഉപചാരങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാകണം. അല്ലാതെ ഹിന്ദു ഐക്യവേദിയോ RSSോ BJPയോ പിന്നെ ആരാണ് നമ്മുടെ ശശികല ടീച്ചർ, അവരാകരുത്. അത് സമ്മതിക്കില്ലെന്നൊരു കൂട്ടം ഇതിനകത്ത് കമൻ്റ് എഴുതിയ കണ്ടു. അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് ആർഷഭൂമിയാണ്, ഭഗവത് ഭൂമിയാണ്, ഇത് ഭാരതമാണ്, ഇത് ഹിന്ദുസ്ഥാനമാണ്. ആയതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിൽ ആരായാലും, ഇസ്ലാം മതത്തിൻ്റെ പേരിലായാലും തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദു ഐക്യവേദികൾ പല രൂപത്തിലും പല പേരിലും ഉണ്ട്. ഇങ്ങനെയുള്ള ശശികല ടീച്ചർമാരും ചിലപ്പോൾ ഇടപെടുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉത്തരാഖണ്ഡിൽ പള്ളിക്ക് പുറത്ത്, പള്ളിയുടെ വേലി അല്ലെങ്കിൽ മതിലിന് പുറത്ത് വന്ന് നിസ്കരിക്കുന്നത് ബാൻ ചെയ്തു കഴിഞ്ഞു. അവിടെ ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയാൻ ഒരുമ്പെട്ടവർ ഇന്നിപ്പോൾ പിന്തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം മിണ്ടുന്നില്ല. കാരണം അവിടുത്തെ ഹിന്ദു ഐക്യവേദികൾ, അവിടുത്തെ ശശികല ടീച്ചറല്ല, അവിടുത്തെ ശശികല ടീച്ചർമാരും അവിടുത്തെ ഹിന്ദു ഐക്യവേദികളും മൊത്തത്തിൽ പറഞ്ഞ RSS അവർ സമ്മതിക്കില്ല. അത്ര തന്നെ ദിനം പ്രതി എന്നോണം പലയിടത്തും പല മുസ്ലിം നേതാക്കന്മാരും ആചാര്യന്മാരും പലവിധ തോന്നിയാസ വർത്തമാനങ്ങളെ കൊണ്ട് അവർ സമൂഹത്തിൽ വിഷം കലർത്തുകയാണ്. നിരുപദ്രവ ജീവികളായിട്ടുള്ള ഹിന്ദുക്കളുടെ വായിൽ കോലിട്ട് കുത്തി അവർ പ്രകോപിപ്പിക്കുകയാണ് അവരെ. എല്ലാം പാകിസ്ഥാനിലേക്ക് പോയിക്കോ, പാകിസ്ഥാനിൽ പോയിട്ട് തൊലയടാ എന്ന് അവരെ കൊണ്ട്, നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുകയാണ്. നിലവിളക്കിൻ്റെ കാര്യം സമസ്ത പറഞ്ഞത് ദീൻ മുറുകെ പിടിക്കുന്ന സമൂഹത്തോടാണ്. അത് ഇനിയും പറയും. നിലവിളക്കിൻ്റെ കാര്യം ഞങ്ങളുടെ ആൾക്കാരോടാണ് പറഞ്ഞതെന്ന് അത് ഇനിയും 100 വട്ടം പറയും, 1000 വട്ടം പറയും എന്നും എഴുതി കണ്ടു.
വീടുകളുടെ 4 ചുവരുകൾക്കകത്ത് നിങ്ങൾ എന്ത് സാമാനം വേണേ മുറുകെ പിടിച്ചു, ആരും ഒരു എതിർപ്പും പറയില്ല. പക്ഷെ പരസ്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി അങ്ങനെയുള്ള ഈ മുറുകെ പിടുത്തങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാൻ അവയവങ്ങൾ ഉണ്ടായിന്ന് വരില്ല. കാലം മാറി എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാരും നേതാക്കന്മാരും അറിഞ്ഞാൽ നല്ലത്. ആ സമൂഹത്തിനും നല്ലത്, ഈ രാജ്യത്തിനും നല്ലത്. ഇന്ത്യ ഭാരതമാണ്, ഹിന്ദുസ്ഥാനമാണ്, ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഋഷീശ്വരന്മാരുടെയും നാടാണ്. അതിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യയമാണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ധനമാണ്, നിങ്ങളുടെ ആയുസ്സാണ്. ഒരിക്കലും നടക്കാത്ത മനോഹരമായിട്ടുള്ള സ്വപ്നം മാത്രമാണ് ഈ ഹിന്ദുസ്ഥാനത്തെ മുസ്ലിം സ്ഥാനമാക്കുക എന്നുള്ളത്. എവിടെ ജീവിക്കുമ്പോഴും ആ നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംസ്കാര വിശേഷങ്ങളെ, ആചാര അനുഷ്ഠാന വിശേഷങ്ങളെ ഏറ്റുവാങ്ങണം, തള്ളിക്കളയരുത്. അതൊക്കെ തള്ളിക്കളഞ്ഞ് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റൂ എന്ന് പറയുന്നത് ധിക്കാരമാണ് അല്ലേ, അഹങ്കാരമാണ് അല്ലേ. വിധവാ വിവാഹം പാടില്ല. പണ്ട് ഭർത്താവ് മരിച്ചാൽ സതി അനുഷ്ഠിക്കണം, അതേ ചിതയിൽ ചാടി ചാവണം. ഇന്നത് പറയാൻ വേണ്ടി ഒരാൾക്കൊരു ഹിന്ദു നേതാവിന് വായ തുറക്കാൻ പറ്റൂ? വായയിൽ കുന്തം കയറ്റും. വിധവാ വിവാഹം പാടില്ല, അത് വേറെ തരത്തിലൊരു സതിയാണ്. വിധവയായി കഴിഞ്ഞാൽ വെള്ളവസ്ത്രം വേണം, ആഭരണം ധരിക്കാൻ പാടില്ല, ഓസ്പീഷ്യസ് ചടങ്ങുകൾക്ക് പോകാൻ പാടില്ല. പറ്റുമോ ഇപ്പോൾ? മറക്കുട അത്യന്താപേക്ഷിതമാണ്, പറ്റുമോ ഇപ്പോൾ? ആ മറക്കുടയുടെ മറ്റൊരു ശൈലിയാണ് ചാക്കിട്ട് മൂടൽ. എത്ര നാണക്കേടെന്ന് ആലോചിച്ചു. പ്രേതങ്ങളുടെ പോലെ, ഭൂതങ്ങളുടെ പോലെ പുറത്തിറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ, എത്ര വൃത്തികേടാണ്, എത്ര ചപലത്തരമാണ് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ. അതൊരു സതി അനുഷ്ഠിപ്പിക്കലല്ലേ? ഭർത്താവ് മരിച്ചാലാ സതി, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആ സതി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കടക്കം പ്രേതത്തിൻ്റെ രൂപത്തിൽ. ഞാൻ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത്, ചെന്നൈ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാക്കിട്ട് മൂടി 2-3 സ്ത്രീകൾ. ഇപ്പുറത്തിരിക്കുന്നൊരു പയ്യൻ പറയാ, മമ്മി മമ്മി എസ് എ ഗോസ്റ്റ് എന്ന്, ഇതേ പ്രേതങ്ങളിരിക്കുന്നു എന്ന്. എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? വിധവാ വിവാഹം പാടില്ല എന്നുള്ളത്, മറക്കൂടെ അത്യന്താപേക്ഷിതമാണെന്നുള്ളത്, പുലപ്പേടി പറപ്പേടി എന്നുള്ളതൊക്കെ തിരസ്കരിച്ച നാടാണ് ഈ കേരളം. നമ്പൂതിരി സ്ത്രീകളെ പോലും അകത്തമ്മമാർ, പുറത്തു വരാൻ പാടില്ല, അകത്തുള്ളവർ, അതിന് അകത്തമ്മമാർ, ആത്തോലുമാർ, അകത്തുള്ളവർ എന്നാണ് ആത്തോൽമാരെന്നർത്ഥം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നയിച്ച വീട്ടിയുടെ, പ്രേംജിയുടെ, പരിയാനം പറ്റയുടെ, MRBയുടെ, EMSൻ്റെ നാടാണിത്. ലോകം ഒരുപാട് മാറിപ്പോയി. ആയതുകൊണ്ട് തന്നെ ദേശധർമ്മപ്രകാരവും കാലധർമ്മപ്രകാരവും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത സമൂഹം പിന്തള്ളപ്പെട്ടു പോകും. അവരെല്ലാവരും കൈ ചൂണ്ടിക്കാണിച്ച് പറയും, പ്രാകൃതന്മാർ, നൊമാഡിക് ലൈഫ് നയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കളയും. ഒന്നുകൂടി വ്യക്തമാക്കാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വെളിച്ചത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരാളും നിലവിളക്ക് കൊളുത്താറില്ല. കാരണം ഇവിടെ ഇലക്ട്രിക് ബൾബുകളുണ്ടല്ലോ, വേണ്ടത്ര ഇലക്ട്രിക് ബൾബുകളുണ്ടല്ലോ. ഇപ്പോൾ നിലവിളക്ക് കൊളുത്തുന്നത് ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് ആചാരമാണ്, അത് അനുഷ്ഠാനമാണ്. 21 കഴിഞ്ഞിട്ടും ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ ലോകത്തിനെങ്ങനെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നത്? അറിയുക, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദേ, താങ്കൾ അറിയുക, ഗൾഫ് സ്വപ്നങ്ങളൊക്കെയും കരിഞ്ഞുണങ്ങി തുടങ്ങി കേട്ടോ. ഇനി മുസ്ലിങ്ങൾക്ക് ഈ ഹിന്ദുസ്ഥാനം മാത്രം ബാക്കി, ഈ ഭാരതം മാത്രം ബാക്കി, ശ്രീകൃഷ്ണൻ മാത്രം ബാക്കി, ശ്രീരാമനും മാത്രം ബാക്കി. നമസ്കാരം.